അല്ലാഹുവേ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമും എൻ്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ചരിത്രത്തെക്കുറിച്ച്, വളരെ വിശദമായ ചരിത്രത്തെക്കുറിച്ചിട്ട് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ ആ ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ മനുഷ്യന് പഠിക്കാനുണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. അത് മൂസാ നബിക്ക് മാത്രമുള്ളതാണെന്ന് ചിന്തിക്കലല്ല ഒരു വിശ്വാസിയുടെ പണി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും അത് ബാധകമാണ്, ലോകത്തുള്ള എല്ലാവർക്കും അതുള്ളതാണ് എന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ അധ്യാപനങ്ങൾ അങ്ങനെയാണ്, പ്രവാചകന്മാരുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. അതെല്ലാം ലോകത്തുള്ള മനുഷ്യന്മാർക്ക് പഠിക്കാനും അറിയാനുമുള്ളതാണ് എന്ന് സ്വയം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ ബഹുമാനപ്പെട്ട ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ യാത്ര പോകുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, മോശപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ഒരു നാട്ടിലൂടെയാണ് രണ്ടുപേരും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ വല്ലാതെ വിഷമത്തോടു കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, അല്ലാഹുവേ, നേരം ഒരുപാടായിട്ടുണ്ട്, പടച്ചവനെ, വല്ലാത്ത വിശപ്പുണ്ട്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ സമൂഹത്തിൽപ്പെട്ട ജനങ്ങളോടതാ അവിടെ നിന്ന് പടച്ചുറപ്പേ രണ്ടുപേരും അവിടുന്ന് ഭക്ഷണത്തെ അവിടുന്ന് ആവശ്യപ്പെടുകയാണ്. പടച്ചവനെ, ഭക്ഷണത്തെ അവിടുന്ന് ചോദിക്കുമ്പോ അവരെല്ലാവരും പടച്ചവനെ അവിടുന്ന് ആട്ടിവിടുകയാണോ? ഭക്ഷണം തരില്ല എന്ന് അവിടുന്ന് പറയുകയാണല്ലോ. അല്ലാഹുവേ, കുറച്ചങ്ങ് നടന്നു പോയപ്പോഴാണ് ആ നാട്ടിൽ തന്നെ പൊളിഞ്ഞു വീണ ഒരു മതിലിനെങ്ങനെ കാണുകയാണ്. ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ ആ മതിലിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് ആ മതിൽ അവിടെ നിന്ന് നന്നാക്കി കൊടുക്കുകയാണ്, നേരാക്കുകയാണ്. പടച്ചവനെ, ഇത് കണ്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്നതാ ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണോ, ഖിളർ നബിയേ, നമ്മൾ വല്ലാത്ത വിഷമത്തിലായിരുന്നല്ലോ, നമ്മൾ പട്ടിണിയിലായിരുന്നല്ലോ, നമുക്ക് ഭക്ഷണത്തിന് ആവശ്യമുണ്ടായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടും ഒരു നേരത്തെ ആഹാരം ഈ ജനതയോട് നമ്മൾ ചോദിച്ചപ്പോ അവർ നമുക്ക് വേണ്ടിയിട്ട് ഭക്ഷണം തന്നിട്ടില്ലല്ലോ, അവർ നമ്മെ അവിടുന്ന് അവഗണിക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഇവരുടെയും അതിനെ നിങ്ങൾ നന്നാക്കി കൊടുക്കുന്നതെന്ന് അതാ അവിടുന്ന് ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് കൂലി മേടിക്കാമായിരുന്നല്ലോ, നിങ്ങൾ അവരോട് ഭക്ഷണം ചോദിച്ചു, അവർ തന്നില്ലല്ലോ, പിന്നെ നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള പണിക്ക് നിങ്ങൾക്ക് കൂലി മേടിച്ചുകൂടായിരുന്നോ? അവരുടെ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കാമായിരുന്നല്ലോ. ഇതവിടെ നിന്ന് പറയുമ്പോ പടച്ചറബേ, മഹാനായ ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടിയാണ്, ആ മതിൽ, ആ പട്ടണത്തിൽ താമസിക്കുന്ന ചെറിയ രണ്ട് അനാഥകളായ മക്കളുണ്ട്, ആ മക്കൾക്ക് വേണ്ടിയിട്ട് പടച്ചറബേ കരുതി വെച്ചിട്ടുള്ളൊരു നിധിയുണ്ട്. ആ നിധി ഇരിക്കുന്നത് ഈ മതിലിന്റെ ഉള്ളിലാണ്, അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ ചെയ്തതെന്ന് ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ആ മക്കളോട് കരുണ ചെയ്യാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവേ, വകാന അബൂഹുമാ സാലിഹാ, അവർ രണ്ടുപേരുടെയും പിതാവ് ഒരു നല്ല മനുഷ്യനായിരുന്നു, ഒരു നല്ല മനുഷ്യനായിരുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, അവരുടെ പിതാവ് സ്വാലിഹായത് കൊണ്ടാണ് അവരെ അവിടുന്ന്
സംരക്ഷിക്കപ്പെട്ടതെന്ന് അതാ അവിടുന്ന് മഹാനായ അല്ലാഹുവേ ഹദീസ് പണ്ഡിതനായ പടച്ചുറപ്പേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മോട് എത്ര ഉപദ്രവം ചെയ്തിട്ടും പടച്ചവനെ അങ്ങോട്ട് നന്മ ചെയ്തിട്ട് ചെന്നത് കണ്ടോ? നമ്മുടെ അയൽവാസികൾ നമ്മോട് എത്ര തന്നെ ദ്രോഹം ചെയ്യുന്നവരാകട്ടെ, അവർ എത്ര തന്നെ നമ്മോട് കരുണയില്ലാത്തവരാകട്ടെ, പടച്ചവനെ അവർക്കൊരാവശ്യം വരുമ്പോ പടച്ചവനെ അവിടെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം കേട്ടോ. നമ്മോട് എത്ര ദേഷ്യം വെച്ച് നടക്കുന്നവരായാലും തിരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും തന്നെ ദേഷ്യം വെക്കുമ്പോ അല്ലാഹുവേ നമുക്ക് ദോഷമായിട്ട് ബാധിക്കുന്ന പ്രശ്നമാണത്, നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണത്. നിന്നെ അല്ലാഹു തആല നിന്റെ അയൽവാസികളെ കൊണ്ട് പരീക്ഷിക്കുകയാണ്. നിന്റെ അയൽവാസികളെ കൊണ്ട് നിന്നെ പരീക്ഷിക്കുമല്ലോ. നിന്റെ സ്വഭാവത്തിൽ എത്ര മഹിമയുണ്ട്, നിന്റെ സ്വഭാവത്തിൽ എത്ര നന്മയുണ്ട്, നിന്റെ സ്വഭാവത്തിൽ എത്ര ആനന്ദങ്ങളുണ്ട് എന്നിവിടെ നിന്ന് നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ അയൽവാസികളെ കൊണ്ട് നിന്നെ പരീക്ഷിക്കുകയാണ്. അവർക്ക് മോശം സ്വഭാവങ്ങൾ കൊടുക്കുകയാണ്, അവർക്ക് മോശപ്പെട്ട ചിന്തകൾ നിന്റെ അടുത്തേക്ക് കൊടുക്കുകയാണ്. എന്നിട്ടോ അവരോട് നീ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നോക്കുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പിഞ്ചു മക്കളുടെ വാപ്പ അവിടുന്ന് നല്ലവനാണെന്ന് ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കുകയാണ്. പഠിച്ചവനെ, മക്കള് വാപ്പ നന്നായി കഴിഞ്ഞാൽ, നമ്മൾ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് സംരക്ഷണം ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ ഇറക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ആദ്യം നന്നാവണല്ലോ. മക്കളല്ല നന്നാവേണ്ടത്, ആദ്യം നന്നാവേണ്ടത് വാപ്പയും ഉമ്മയുമാണ്. എന്റെ മുമ്പിലേക്ക് പരിശുദ്ധമായ ഇൽമു കേൾക്കാൻ വേണ്ടി കടന്നു വന്ന ഈ മുത്തുമുഅ്മിനീങ്ങളോട് ഈ വിനീതനൊന്ന് പറയട്ടെയോ, നാളെ പടച്ച തമ്പുരാന്റെ മുമ്പില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മകൾ തരണം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, ദുനിയാവിൽ വെച്ചിട്ട് അയൽവാസി നമ്മൾ കഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തന്നെ നമുക്കതിന് കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ജീവിതത്തിൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൊതിക്കുന്നവരാണ്, അല്ലേ? എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം വേണം, നന്മ വേണം, ആനന്ദം വേണം, ആഗ്രഹിക്കാത്തവരാരുള്ളത്? ആരുമില്ല. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നിന്റെ അയൽവാസിയോട് നീ നല്ല നിലയിൽ പെരുമാറിയിട്ടില്ല എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നിനക്കുണ്ടല്ലോ ഒരിക്കലും അവിടെ നിന്നൊരു നന്മയും കിട്ടൂല. നീ എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കണം. ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ കൂടെ മൂസാ നബി ഇങ്ങനെ പോകുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആ വഴിയിലൂടെ കടന്നു പോകുമ്പോ ഒരു ഗ്രാമം, വളരെ മോശപ്പെട്ട ജനങ്ങൾ, അവിടുന്ന് ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചിട്ട് പോലും ആ ജനങ്ങൾ അവിടുന്ന് ഭക്ഷണം കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ജനങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോയ മഹാനായ മൂസാ നബിയും ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഭക്ഷണം ചോദിച്ചു, അവർ തരില്ലെന്ന് പറഞ്ഞു. പടച്ചവനെ, തൊട്ടപ്പുറത്തൊരു മതില് പൊളിഞ്ഞു ചാടി കിടക്കുന്നു, ആ മതില് നേരാക്കി കൊടുത്തു. ആ മതില് നേരാക്കി കൊടുത്തപ്പോ മൂസാ നബി ചോദിക്കാണ്, എന്താ ഖിദർ നബിയെ, ഇങ്ങനെയൊക്കെ അവര് ചെയ്തിട്ട് പോലെ നിങ്ങൾ ഇത് ചെയ്യാനോ? അവര് നമ്മോട് ഭക്ഷണം ചോദിച്ചിട്ട് തന്നോ? ഇല്ല. നിങ്ങൾക്ക് അവരോട് ഒരു കൂലി ചോദിച്ചൂടെ എന്ന് ഖിദർ നബിയോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാ, ആ മതിലിന്റെ ഉള്ളറയിൽ പാവപ്പെട്ട പട്ടണത്തിലെ കുട്ടികളുടെ നിധിയിരിപ്പുണ്ട്, അത് അവർക്കുള്ളതാ. അത് പൊളിഞ്ഞു ചാടി കഴിഞ്ഞാൽ ആ നിധി ആരെങ്കിലും എടുത്തോണ്ട് പോകും, അല്ലേ? അപ്പൊ ആ മതിൽ നേരാക്കി വെച്ചത് അതിനാ. അപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ എന്താ? ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, എന്റെ പ്രിയമുള്ളവരെ, ആ മക്കളുടെ വാപ്പ സ്വാലിഹായ മനുഷ്യനായിരുന്നു.
അപ്പൊ മക്കളെയും സംരക്ഷിക്കപ്പെട്ടു. നമ്മൾ സ്വാലിഹായ നമ്മുടെ മക്കൾ നന്നാകും. മനസ്സിലായോ? നമ്മുടെ അയൽവാസികൾ നമ്മോട് എത്ര തന്നെ ക്രൂരത ചെയ്തോട്ടെ, നമ്മൾ എന്ത് ചെയ്യുക? അവരോട് നന്മയിൽ വർദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മൾ പറയില്ലേ, അവർ നമ്മുടെ അടുത്ത് മിണ്ടുന്നില്ലല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട? അവരോട് മിണ്ടണ്ട. ഇതാണ് നമ്മുടെ പ്ലാൻ. നമ്മുടെ കുട്ടികളോട് വരെ നമ്മൾ പറഞ്ഞു കൊടുക്കും, നമ്മുടെ അയൽവാസികൾ നമ്മൾ തെറ്റാണെന്നുണ്ടെങ്കിൽ അവരടുത്ത് മിണ്ടരുത് കേട്ടാ, ക്ലാസ്സിൽ നിന്നും പഠിക്കുമ്പോൾ അവർക്ക് മിണ്ടണ്ട. കാരണം എന്താ? അവരങ്ങനെ അവർ ദുഷിച്ചതായി എന്തായും ചില ഉമ്മമാര് അയൽവാസികളെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. ഈ കുട്ടിയുടെ മനസ്സിൽ നിന്ന് വിഷം കുത്തി കൊടുക്കരുത്. നിങ്ങളും നിങ്ങളുടെ അയൽവാസികളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളും നിങ്ങളുടെ അയൽവാസികളും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ വളർന്നു വരുന്ന മക്കളോട് നിങ്ങളത് പറയരുത്. അവർ വിചാരിക്കാൻ തരും നിങ്ങൾ പിന്നെ നിങ്ങളുടെ വരുന്ന തലമുറകളിൽ അവർ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ വിചാരിച്ചു പോകും, പഠിച്ചോനെ ഇങ്ങനെയൊക്കെ തെറ്റിയിട്ടൊക്കെ ജീവിക്കണം, നമ്മുടെ അയൽവാസികളോട് ഇങ്ങനെയൊക്കെ പിണങ്ങണം, എന്റെ അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, എന്റെ വാപ്പ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് നമ്മുടെ മക്കളെ മനസ്സിനകത്തൊരു ചിന്ത വരും. അവസാനം നമ്മുടെ മക്കളും ഭാവി മുഴുവനും മറ്റുള്ളവരോട് ഇങ്ങനെ വെറുപ്പും കുന്നായ്മയും ദേഷ്യവും ഒക്കെ വെച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ നടക്കുന്നവരായിട്ട് മാറും. അതുകൊണ്ട് ആ പണി ചെയ്യരുത്. വളരെ ദുഷിച്ച കാര്യമാണ്. നമ്മളും നമ്മുടെ അയൽവാസികളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വന്തം മക്കൾ പോലും എന്റെ പ്രിയമുള്ളവരെ ആവശ്യം അവരവിടേക്ക് കളിക്കാൻ പോയിക്കോട്ടെ, അവരുടെ മക്കളുടെ കൂടെ കളിക്കാൻ പോയിക്കോട്ടെ, കുഴപ്പമില്ലേ, നമ്മളത് പറയരുത്, തടിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വരെ എന്റെ പ്രിയമുള്ളവരെ കാരണമാകും. ഇനി അയൽവാസി നമ്മോട് തെറ്റാണ്, അവരാ കുട്ടി വന്നിട്ട് എന്തെങ്കിലും മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ വിടേണ്ട ആവശ്യമില്ല. അവർക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വിടണ്ട. പുറത്തൊക്കെയാണ്, ക്ലാസ്സിലാണ്, ഈ മദ്രസയിൽ വെച്ചിട്ടുള്ള പരിപാടി അല്ലെങ്കിൽ സ്കൂളിൽ വെച്ചിട്ട് കണ്ടാൽ മിണ്ടരുന്നതിന്റെ പരിപാടി ഉണ്ടല്ല, അതൊന്നും പറഞ്ഞു കൊടുക്കരുത്. അങ്ങനത്തെ വിഷയങ്ങളൊന്നും പറയരുത്. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. ക്ലാസ്സിൽ വെച്ചിട്ട് അവൻ അടിച്ചലോണ്ടോ, അവരിങ്ങോട്ട് എന്ത് പറഞ്ഞാലും തിരിച്ച് കഴിയുന്നുണ്ടെങ്കിൽ നല്ലോണം അങ്ങോട്ട് പറഞ്ഞോളോണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ചില രക്ഷിതാക്കളുണ്ട്. അത് അവസാനം നമുക്ക് തന്നെ ദോഷമായിട്ടേ ഭവിക്കൂ എന്ന് മനസ്സിലാക്കുക. അല്ലാഹു ബോധം നൽകട്ടെ. അവരെ വീട്ടിലേക്ക് വിടണം എന്നല്ല പറഞ്ഞത്. അവരുടെ വീട്ടിലേക്ക് വിട്ടാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് അടുപ്പിക്കുന്നതൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ അതൊന്നും വേണ്ട. നമ്മളെന്ത് ചെയ്യാ? മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു കൊടുക്കണ്ട. ഇനി അവരെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് ദേഷ്യമില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കളിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. അല്ലെ, അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ മക്കളവിടെ കളിച്ചോട്ടെ. അവരെന്തെങ്കിലും മോശമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, പിന്നെ അവർക്ക് വിടും വേണ്ട, അത് വേറെ അല്ലെ. അപ്പൊ നല്ല മക്കളാകാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഉപദേശങ്ങൾ, നമുക്ക് ദേഷ്യമുള്ളവരോട് ഒരിക്കലും തന്നെ മക്കളാ ദേഷ്യം അറിയിക്കാതിരിക്കുക എന്നതാണ് ഒന്ന്. അല്ലാഹു തആല നമുക്ക് നല്ലവരാക്കി, നമ്മുടെ നല്ലവരായി, നല്ല അയൽവാസികളായി, നല്ല അയൽപക്ക ബന്ധങ്ങളായിട്ട് നമ്മുടെ അയൽപക്ക ബന്ധങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, എന്റെ പ്രിയമുള്ളവരോട് ചോദിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യഥാർത്ഥ മുസ്ലിമിനെ കുറിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് പറയുന്നുണ്ട്. ആരാണ് യഥാർത്ഥ മുസ്ലിം എന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. തന്റെ കൈ കൊണ്ട്, തന്റെ നാവ് കൊണ്ട് പടച്ചവനെ മറ്റൊരാളും വെറുപ്പില്ലാതിരിക്കുക, മറ്റൊരാളോട് ദേഷ്യം വെക്കാതിരിക്കുക, മറ്റൊരാളോട് വെറുപ്പില്ലാതിരിക്കുക. അതുകൊണ്ട് തന്റെ അയൽവാസിയോട് നമ്മൾ മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ, നമ്മൾ പടച്ചവനെ അവിടെ നിന്ന് വല്ലാത്ത വേദനയുണ്ടാക്കി കഴിഞ്ഞാൽ, ഒരിക്കലും എന്നിൽ പെട്ടവനല്ല, അവൻ മുസ്ലിമല്ലെന്ന് അതാവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥ അയൽവാസി എന്ന് പറയുന്നത് പടച്ചവനെ നമുക്കൊരിക്കലും തന്നെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുണ്ടാക്കാത്തവരാണ്. അല്ലാഹുവേ, അവരോട് കിബർ വെച്ചിട്ട് നടന്നാൽ, അസൂയ വെച്ചിട്ട് നടന്നാൽ, മോശമായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് നടന്നാൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഇവർ നാളെ പടച്ചവന്റെ നരകത്തിലോ ഫിർഔനിന്റെ കൂടെയാണ്. അയൽവാസികളോട് മോശമായിട്ട് പെരുമാറുന്നവര്, അയൽവാസികളോട് ഒരിക്കലും തന്നെ നന്മയില്ലാതെ പെരുമാറുന്നവരാണോ, അല്ലാഹുവേ, നാളെ ഫിർഔനിന്റെ കൂടെ ഒരു നരകത്തിൽ നീ കിടക്കുമെന്ന് അതാവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് നല്ല നിലയിൽ പെരുമാറിക്കോ.
അവരോട് മോശമായിട്ട് പെരുമാറരുത്. അവരുടെ നടത്തത്തെ കുറിച്ച്, അവരുടെ ഇരുത്തത്തെ കുറിച്ച്, അവരുടെ വീടിനെ കുറിച്ച്, അവിടെ ഒന്നും തന്നെ നമ്മൾ മോശമായിട്ട് കാണിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ, നമ്മുടെ അയൽവാസികളോട് നമ്മൾ മോശമായിട്ട് പെരുമാറിയാൽ നീ നാളെ ഫിർഔനിന്റെ കൂടെ നീ നരകത്തിൽ കിടക്കുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, വീണ്ടും അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വീണ്ടും അവിടുന്ന് പറയാൻ, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കാത്ത സ്വർഗ്ഗമില്ലെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച വിഭാഗമുണ്ട്. അല്ലാഹുവേ, നമ്മളെല്ലാവരും നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, സ്വതക്കകൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് നന്മകൾ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചാ ഒരൊറ്റ മറുപടിയെ നമുക്ക് പറയാനുള്ളൂ, പടച്ചുറപ്പിന്റെ പരിശുദ്ധമായ പരമോന്നതമായ സ്വർഗത്തിന് വേണ്ടിയിട്ടാണെന്നോ. അതാ നമ്മളെല്ലാവരും അവിടുന്ന് പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, എല്ലാ നന്മകളും ചെയ്യുന്നുണ്ട്, പക്ഷേ തന്റെ അയൽവാസികൾക്ക് നീ ശല്യമാണെങ്കിലോ, അവർക്ക് വല്ലാത്ത പ്രയാസമാണ് നിന്റെ ഭാഗത്തുള്ളത് എങ്കിലോ, നീ ഒരിക്കലും തന്നെ സ്വർഗത്തിൽ കിടക്കുകയില്ല. അവന്റെ പറമ്പിലേക്ക് നീ വേസ്റ്റിട്ടാൽ, നിന്റെ വീട്ടിലെ എല്ലാവിധ വേസ്റ്റുകളും അയൽവാസിയുടെ പറമ്പിലേക്ക് ഇട്ടാൽ, അവർക്കത് ശല്യമാണെങ്കിലോ, പടച്ചുറപ്പെ അയൽവാസിയുടെ പൊന്നുമകൾക്ക് വരുന്ന കല്യാണം മുടക്കിയാൽ, നിന്റെ നാട്ടിൽ വരുന്നവർക്കുള്ള കല്യാണം മുടക്കിയാൽ, ചില ആളുകൾക്ക് വല്ലാത്ത ഹരമാണ് കല്യാണം മുടക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ കാത്തിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിന്നെ കാത്തിരിക്കുന്നത് നരകമാണ് എന്ന്. അതാവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വേണ്ട പെണ്ണേ, അയൽവാസികളോടുള്ള ദുഷിച്ചമായ നിന്റെ ശീലങ്ങള്, അയൽവാസികളോട് ദുഷിച്ച രീതിയിലുള്ള നിന്റെ ശീലങ്ങൾ നീ മാറ്റിക്കോ. വീണ്ടും അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലില്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു. അല്ലാഹുവേ, മുഅ്മിനല്ലാത്ത വിഭാഗത്തെ കുറിച്ചിട്ട് അല്ലാഹനെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരാണെന്നറിയോ? അയൽവാസിയോട് മോശമായിട്ട് പെരുമാറുന്നവനാണ്. അയൽവാസിക്ക് ഇവനെ കൊണ്ട് രക്ഷയില്ലെങ്കിലോ, നിന്നെ കൊണ്ട് നിന്റെ അയൽവാസി വല്ലാതെ പൊറുതിമുട്ടുന്നുണ്ടെങ്കിലോ, നിന്നെ കൊണ്ട് നിന്റെ അയൽവാസി വേദനിക്കുന്നുണ്ടെങ്കിലോ, പ്രയാസപ്പെടുന്നുണ്ടെങ്കിലോ, നിനക്ക് എത്ര വലിയ തലപ്പാവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ എത്ര വലിയ പഠിച്ചവനെ തലപ്പാവുള്ളവനാണെന്ന് പറഞ്ഞിട്ടോ, മൂല്യരാണെന്ന് പറഞ്ഞിട്ടോ, ഇൽമുള്ളവനാണെന്ന് പറഞ്ഞിട്ടോ, എന്തു തന്നെ അവിടെ നിന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, പുന്നാര നബി തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഒരിക്കലും ഉണ്ടല്ലോ നീ മുഅ്മിനല്ലെന്ന് അല്ലാഹുവേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നന്മയിൽ വർദ്ധിച്ചോ, ജീവിതത്തിൽ നന്മ കണ്ടെത്തിക്കോ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. വീണ്ടും അതാ റസൂലുള്ളാഹി അവിടെ നിന്ന് പറയുന്നുണ്ടോ, ഖൈറുൽ ജീറാനി ഇൻദല്ലാഹ്. നല്ല ഖൈറായ അയൽവാസിയെ കുറിച്ചിട്ട്, അല്ലാഹുവിന്റെ അടുക്കൽ അയൽവാസിയുണ്ട്, അയൽവാസിയെ കുറിച്ചിട്ട് അവിടുന്ന് പറയാൻ, അതാരാണ്? ദുനിയാവിൽ വെച്ചിട്ട് എൻ്റെ പ്രിയമുള്ളവരെ തന്റെ അയൽവാസിയെ വേദനിപ്പിക്കാത്തവൻ,
ദുനിയാവിൽ വെച്ചിട്ട് അയൽവാസിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോ, വല്ല വേദനകളും വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ, പടച്ചവനെ അയൽവാസിയുടെ അടുത്ത് പോയിട്ട് അവന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നവൻ. എന്റെ പ്രിയമുള്ളവരെ, ഇതാരാ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ, അവൻ നാളെ പടച്ചുറപ്പിന്റെ മുമ്പിൽ വലിയ സ്ഥാനമുണ്ട്. അവൻക്ക് അള്ളാഹുവിന്റെ അയൽവാസികളാണ് അവൻ. അള്ളാന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അള്ള ചോദിക്കുത്തരേ, എടാ ഞാൻ അവിടെ സുഖമില്ലാതെ കിടന്നപ്പോ നീ എന്താണ് എന്റെ അടുത്തേക്ക് വരാതിരുന്നത്? നീ എന്റെ കൂടെ എന്റെ അടുത്തേക്ക് എന്നെ കാണാൻ വരാതിരുന്നത്? അള്ളാഹുവെ പടച്ചോനെ, മനുഷ്യർ അന്തം വിട്ടു പോകുന്ന, അള്ള സുഖമില്ലാതെ കിടക്കേ, അള്ളാഹ്ക്ക് രോഗം ഉണ്ടാവും അല്ലേ? ആ സമയത്ത് ജനങ്ങൾ ചോദിക്കത്ര, അള്ളാ നീ സുഖമില്ലാതെ കിടക്കേ, എന്താ ഈ പറയുന്നത്? മനുഷ്യർ വല്ലാതെ അത്ഭുതപ്പെട്ടു പോകുന്ന സമയമാണ്. ആ സമയത്ത് എന്റെ പ്രിയമുള്ളവരെ, അള്ള പറയത്തരടാ, നിന്റെ അയൽവാസി സുഖമില്ലാതെ കിടന്നില്ലേ, നീ പോയിരുന്നടാ? ഇല്ല, നിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അവിടെ സുഖമില്ലാതെ കിടന്നിരടി, നീ പോയിരുന്നോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോട് ചോദിക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ള ചോദിക്കുന്നതല്ലേ, ഞാൻ സുഖമില്ലാതെ കിടന്നിട്ട്, ഞാൻ വയ്യാണ്ട് കിടന്നിട്ട് എന്തേ നീ എന്റെ അടുത്തേക്ക് വരായിരുന്നു എന്നാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. മനസ്സിലായോ? അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് നല്ല അയൽവാസിയാകണം അല്ലേ? നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് നല്ലൊരു അയൽവാസിയാകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു തന്നെ നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആസിയ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹിനോട് അവസാന സമയത്ത് ഫിർഔനിന്റെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ, നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധമായ ഇസ്ലാമിൽ തുല്യതയില്ലാതെ പടച്ചുറപ്പിനെ സ്നേഹിച്ച മഹതിയാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ആ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ, എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് അല്ലാഹുവേ പടച്ചുറപ്പേ, പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വിവരം ഫിർഔൻ അറിഞ്ഞപ്പോൾ, അതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മതത്തിൽ നിന്ന് പോരാൻ വേണ്ടിയിട്ട് ഫിർഔൻ അവിടെ നിന്ന് ഒരുപാട് പറഞ്ഞവല്ലോ. പടച്ചവനെ, ഫിർഔൻ അവിടെ നിന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കലും തന്നെ തിരിച്ചു വരൂല. അത്രയ്ക്കും പടച്ചുറപ്പിനോടും അവിടെ നിന്ന് മൂസാ നബിയോടും വല്ലാത്ത സ്നേഹമായിരുന്നു, വല്ലാത്ത ഇസ്ലാമിനോടുള്ള മഹബത്തായിരുന്നു. പടച്ചുറപ്പേ, ദിവസങ്ങൾ കടന്നു പോവുകയാണ്. അവിടെ നിന്ന് ഫിർഔൻ അവിടെ നിന്ന് പറയുന്നുണ്ടോ, മൂസയുടെ മതം വിട്ടിട്ട് നീ കടന്നു പോര്, മൂസയുടെ കടം വിട്ട് അവിടെ നിന്ന് മതം വിട്ട് കടന്നു പോരോ എന്നവിടെ നിന്ന് പറയുമ്പോൾ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരിക്കലും തന്നെ ഞാൻ വിട്ടുപോരൂല, ഒരിക്കലും തന്നെ ഞാൻ കടന്നു വരുന്നില്ലെന്ന്. അതാ അവിടുന്ന് ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, പടച്ചവനെ, ഫിർഔനും ജനങ്ങളും അതാ തന്റെ കൂട്ടാളികളും അതാ അല്ലാഹുവേ ചുട്ടുപഴുത്ത മണലിലൂടെ ആസിയ ബീവി ഇട്ട് വലിക്കുകയാണ്. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയെ പടച്ചവനെ അവിടെ നിന്ന് മർദ്ദിക്കുകയാണ്. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടെ നിന്ന് മതം വിട്ടു പോരാൻ പറയുന്നുണ്ടോ, ഞാനാണ് അല്ല എന്ന് വിശ്വസിക്കുന്നു പറയുന്നുണ്ടോ? അത് അവിടുന്ന് പറയുന്നു, ഇല്ല, എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ റബ്ബ് അല്ലയാണെന്ന് പറയുമ്പോ ഫിർഔൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവേ, ആസിയ ബീവിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഒരുപാട് അടിക്കുന്നുണ്ട്. അവസാനം പടച്ചുറപ്പേ തന്റെ ശരീരത്തിലൂടെ കമ്പി പഴിപ്പിച്ചിട്ട് പടച്ചുറപ്പേ ഗുഹ്യസ്ഥാനത്തിലൂടെ കയറ്റിയല്ലോ. പടച്ചുറപ്പേ വേദന കൊണ്ട് പിളയുന്ന ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ തന്റെ നാവ് കൊണ്ട് അല്ലാഹനെ കൈവിട്ടില്ല. എത്ര പീഡനങ്ങൾ അവിടെ നിന്ന് സഹിച്ചിട്ടും ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ ഉണ്ടല്ലോ, അവിടെ നിന്ന് അല്ലാഹനെ കൈവിട്ടിട്ടില്ല, അല്ലാഹനെ മറന്നിട്ടില്ല, അല്ലാഹനെ മറക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നടന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ അത് അവിടെ നിന്ന് പറയുകയാണ്, അവിടെ നിന്ന് ഇങ്ങനെ ചുണ്ട് വെല്ലങ്ങനെ ചലിപ്പിക്കുകയാണ്, അല്ലാഹ്
അല്ലാഹുവേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അത് അല്ലാഹ് ചോദിക്കുകയാണ്, ജിബ്രീലേ ആസിയ എന്താണ് പറയുന്നത്, ആസിയ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് അതാ ആസിയ ബീവിയുടെ പടച്ച റബ്ബേ ചുണ്ടിന്റെ അവിടെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് തന്റെ കാത്. അല്ലാഹ് അവിടെന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയോ? അല്ലാഹ് നിന്റെ അടുത്ത്, നിന്റെ തൊട്ടടുത്ത് എനിക്കൊരു വീട് കൊണ്ട് അല്ലാഹ്, നിന്റെ തൊട്ടടുത്ത് എനിക്കൊരു വീട് കൊണ്ട് അല്ലാഹ്. ഇത് ആഗ്രഹിക്കാത്ത മഹതിമാരുണ്ടായിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ തൊട്ടടുത്തൊരു വീട് ആഗ്രഹിക്കാത്ത മഹതിമാരുണ്ടായി ില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതാ അവിടെ നിന്ന് ചോദിക്കുകയാണ്, അല്ലാഹ് നിന്റെ അടുത്ത് എനിക്കൊരു വീട് തരുമോ അല്ലാഹ്, നിന്റെ അടുത്ത് എനിക്കൊരു വീട് തരുമോ അല്ലാഹ് എന്നതാ അവിടെ നിന്ന് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ ആസിയ ബീവി അവിടെ നിന്ന് ചോദിക്കുകയാണ്. റബ്ബേ അല്ലാഹ് പറയുന്നു, ജിബ്രീലേ ഞാൻ എപ്പോഴോ ആസിയാക്കന്റെ സ്വർഗത്തില് ഒരു കൊട്ടാരം ഞാൻ പണിത് വെച്ചിട്ടുണ്ടല്ലോ. ആസിയ അത് ചോദിക്കുമെന്ന് എനിക്കറിയാമല്ലോ. ആസിയാക്ക് വലിയ കൊട്ടാരം തന്റെ അടുത്ത് തന്നെ ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഉമ്മ കൊട്ടാരം ലഭിക്കുന്നത് ആർക്കാണെന്നറിയോ? ആ വീട് ലഭിക്കുന്നത് ആർക്കാണെന്നറിയോ? അയൽവാസികളോട് നല്ല നിലയിൽ നീ പെരുമാറിക്കോ. അല്ലാഹ് ആസിയ ബീവി ആഗ്രഹിച്ചതുപോലെയുള്ള കൊട്ടാരം പടച്ച റബ്ബിന്റെ മുമ്പില്, പടച്ച റബ്ബിന്റെ തൊട്ടടുത്ത് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഞാൻ ആഗ്രഹിച്ചാൽ പടച്ച റബ്ബേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അയൽവാസിയോട് നീ നല്ല നിലയിൽ പെരുമാറണേ, നിന്റെ കൂട്ടുകാരോട് നീ നല്ല നിലയിൽ പെരുമാറിക്കോ. നാളെ പടച്ച റബ്ബിന്റെ തൊട്ടടുത്തുണ്ടല്ലോ നിനക്കതാ വലിയ കൊട്ടാരങ്ങൾ, മണിമാളികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അയൽവാസികളോട് മോശമായിട്ട് പെരുമാറുന്ന എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് മഹാനായ നബവി ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തരാം. പടച്ച റബ്ബേ അയൽവാസികളോടുള്ള സൂക്ഷ്മതയെ കുറിച്ചിട്ട് മഹാന്റെ ജീവിതത്തിൽ പാഠങ്ങളുണ്ട്. എനിക്കും നിങ്ങൾക്കും പഠിക്കാനുള്ള പാഠങ്ങളുണ്ട്. പടച്ചവനെ, മഹാനായ നബവി ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ അതാ അവിടുന്ന് തന്റെ ശിഷ്യന്മാര് കടന്നു വന്നുകൊണ്ട് അതാ ബഹുമാനപ്പെട്ടവരുടെ ചാരത്തേക്ക് കടന്നു വന്നുകൊണ്ട് അതാ തന്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. പടച്ച റബ്ബേ തന്റെ വീട്ടിനകത്ത് ഒരുപാട് എലികൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. തട്ടിൻ പുറങ്ങളില് മഹാനവറുകൾ എഴുതുന്ന കിതാബുകളിന്റെ അടികളിലൂടെ, തന്റെ കടക്കയിൽ അരികിലൂടെ കിടക്കുന്ന സ്ഥലങ്ങളിലൂടെയില്ല പടച്ച റബ്ബേ എലികളുടെ ശല്യമായിരുന്നുവത്രേ. തന്റെ ശിഷ്യന്മാര് ചോദിക്കുന്നുണ്ട്, തങ്ങളെ എലിയുടെ ശല്യങ്ങൾ ഇവിടുന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു പൂച്ചനെ നിങ്ങൾക്ക് വളർത്തിക്കൂടെ, ഒരു പൂച്ചനെ നിങ്ങൾക്ക് വളർത്തിക്കൂടെ? അവിടുന്ന് മഹാനായ നബി ഇമാം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മക്കളെ എന്നെ ശല്യപ്പെടുത്തുന്ന, ഞാൻ എഴുതി വെച്ച് എന്റെ കിതാബുകളെല്ലാം കടിച്ചു തിന്നുന്ന, എന്നെ വല്ലാതെ ഇടങ്ങാറാക്കുന്ന ഈ എലികളുണ്ടല്ലോ, ഇവരുടെ നാശത്തിന് വേണ്ടി ഞാനൊരു പൂച്ച ഇവിടെ വളർത്തിയാൽ ആ പൂച്ച ഇവിടെ ഉള്ളത് കൊണ്ട് പേടിച്ചിട്ട് ആ എലികളെല്ലാം അയൽപക്കത്തെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമല്ലോ, അവിടെ പോയിട്ട് അവർ വല്ലാതെ അക്രമം കാണിക്കുമെന്നോ ഞാൻ ഭയക്കുന്നുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് അയൽവാസികളോട് മഹാന്മാരുടെ ബന്ധം. മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല ചാരത്ത് ചെന്നിട്ട്, എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് തന്റെ ശിഷ്യന്മാര് പറയാൻ, തന്റെ ശിഷ്യന്മാർ അവിടെ നിന്ന് ചോദിക്കാൻ, ഉസ്താദേ ഇങ്ങനെ എലി ഇതൊക്കെ വല്ലാത്ത ശല്യാണല്ലോ ഇവിടെ, നിങ്ങൾ ഒരു പൂച്ചനെ വളർത്തിയാൽ ആ പൂച്ച ഐറ്റകളൊക്കെ കടിച്ചിട്ട് തിന്നുവല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഒരു പൂച്ചനെ വളർത്തിക്കൂടെ, അതിന്റെ പേടിച്ചു പോകുമല്ലോ എന്ന് പറഞ്ഞപ്പോ പറയാത്രേ, എന്റെ പ്രിയമുള്ളവരെ, ഞാനിപ്പോ ഇവിടെ ഒരു പൂച്ചനെ വളർത്തി കഴിഞ്ഞാൽ
ആ പൂച്ച എന്ത് ചെയ്യും? അത് മറ്റ് അയൽവാസികളെ വീട്ടിലേക്ക് അത് കടന്നു ചെല്ലും. അയൽവാസികളെ വീട്ടിലേക്ക് അത് കടന്നു ചെന്നാൽ അവിടെ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കും, അവിടെ അത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കും. നിന്റെ കാരണം കൊണ്ട് അയൽവാസികളെ വീട്ടിൽ എന്തുണ്ടാവാൻ പാടില്ല, ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവർ, ഇതായിരുന്നു അയൽവാസികളോടുള്ള മഹാനായ തങ്ങളുടെ ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും വലിയ സ്നേഹവും ബന്ധവും എന്ന് പറയുന്നത്. എന്നാലോചിച്ചാണെങ്കിൽ നമ്മൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? എങ്ങനെ അയൽവക്ക ബന്ധത്തിലുള്ളവരെ നമുക്ക് എങ്ങനെ മോശപ്പെടുത്താം, അവരെ എങ്ങനെ കുറ്റങ്ങൾ കണ്ടെത്താം, ഇന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. പക്ഷേ മഹാന്മാരുടെ ജീവിതശൈലി ഇങ്ങനെയായിരുന്നു. അല്ലാഹു തആല ബോധം നൽകട്ടെ, അല്ലാഹു തആല ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവ് അല്ലാഹു തആല നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മൾ അയൽവാസികളോട് നമ്മൾ മോശമായിട്ട് പെരുമാറിയാൽ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ മുസ്ലിം അല്ല, അവൻ സ്വർഗത്തിൽ കിടക്കൂല, അവൻ യഥാർത്ഥ മുഅ്മിനല്ല. മാത്രമല്ല, അവൻ നല്ല നിലയിൽ വർദ്ധിച്ചാൽ അവനക്ക് അല്ലാഹുവിൻ്റെ അടുത്തൊരു ഭവനമുണ്ട് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നന്മ കണ്ടെത്താനുള്ള ഒരു വഴിയും കൂടെയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സൈബ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് അവിടുന്ന് മരണപ്പെട്ടു. നമ്മൾ അറിഞ്ഞു, നമ്മളെല്ലാവരും ആ വാർത്ത കണ്ടവരാണ്. വല്ലാതെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച നടത്തിയതാണ്. അൽഹംദുലില്ലാ, പടച്ച റബ്ബേ, അല്ലാഹുവേ, പടച്ചവനെ, വല്ലാത്ത വിഷമം തോന്നിയത് കണ്ടപ്പോൾ. എൻ്റെ പ്രിയമുള്ളവരെ, മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന രോഗമുണ്ടാകുന്നത് മലിനമായ ഭക്ഷണങ്ങളും മലിനമായ ജലവുമൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ, നമ്മൾ അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്. നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മൾ പുറത്തുനിന്നൊക്കെ കടകളിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ മറ്റു പാനീയങ്ങളൊക്കെ വാങ്ങുമ്പോൾ കഴിക്കുമ്പോൾ, പടച്ചവനെ, നമ്മൾ മലിനമായ രീതിയിലുള്ളത് നമ്മൾ ഒരിക്കലും തന്നെ ഉപയോഗിക്കരുത്. കാരണം അത് ഇതുപോലുള്ള മഞ്ഞപ്പിത്തവും അതേപോലെ തന്നെ മോശപ്പെട്ട ഒരുപാട് അസുഖങ്ങളും മനുഷ്യനുണ്ടാവും, അതുണ്ടാക്കും. നമ്മൾ തിളപ്പിച്ച് ആറിയ വെള്ളം തന്നെ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കൊരു പരിപാടി ഉണ്ട്, തിളച്ച വെള്ളം ഉണ്ടാവുന്നുണ്ട്, അത് തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് പച്ചവെള്ളമൊക്കെ പാരലുണ്ട്. വലിയ ഡേഞ്ചറായ വിഷയമാണത്, മനസ്സിലായോ? വല്ലാത്തൊരവസ്ഥയാണത്. തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം മാത്രം എന്ത് ചെയ്യുക, നമ്മൾ കുടിക്കുക. അതേപോലെ തന്നെ നമ്മളെ പരിസരം, നമ്മളെ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ വല്ലവണ്ണം വൃത്തിയാക്കുക. അതേപോലെ തന്നെ നമ്മൾ ബാത്റൂമിലേക്ക് വന്നാൽ ഇതൊക്കെ മലത്തിലൂടെ മൂത്രത്തിലൂടെ ഒക്കെ അത് സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരിലേക്കൊക്കെ എന്ത് ചെയ്യാണ്, പകരാണ്. മനസ്സിലാക്കണം, നമ്മൾ അത് ഒരാളുടെ വീട്ടിൽ ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെ മലത്തിലൂടെ അല്ലെ ബാത്റൂം, അതേപോലെ തന്നെ അതിന്റെ അണുക്കൾ അതിലൂടെയൊക്കെയാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മള് ബാത്റൂമിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലവണ്ണം ബാത്റൂം നമ്മൾ ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കൈ അല്ലെ നല്ലവണ്ണം എന്ത് ചെയ്യുക, വൃത്തിയാക്കിയിട്ട് നമ്മൾ കഴുകുക. അതേപോലെ തന്നെ നമ്മുടെ ടവല് കൊണ്ടൊക്കെ ശരിക്കും എന്ത് ചെയ്യുക, തോർത്തിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങളും അതേപോലെ തന്നെ കൈയും ഒക്കെ നമ്മൾ കഴുകുക. അതേപോലെ ഭക്ഷണം കഴിച്ചാൽ പാത്രം നല്ല വൃത്തിയിൽ എന്ത് ചെയ്യുക, നമ്മൾ കഴിക്കുക. പരമാവധി ഹോട്ടൽ ഭക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് ഭക്ഷണം തരുമ്പോ അവർ വേണ്ട രൂപത്തിൽ കഴുകുന്നുണ്ടോ അതൊന്നും നമുക്കറിയില്ല, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ, നല്ലവണ്ണം ശ്രദ്ധിക്കണം. കൂടുതലൊക്കെ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ അതേപോലെ തന്നെ ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും തുറന്നിട്ടിടാൻ നിൽക്കരുത്. ചില ഉമ്മമാരൊക്കെ ചെയ്യും, അവർ ഭക്ഷണം അടുക്കളയിൽ അങ്ങനെ തുറന്ന് കിടക്കുന്നുണ്ടാകും. അതൊക്കെ ഈ മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ വരാൻ കാരണമാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നതൊക്കെ ഭക്ഷണം ഒരിക്കലും നമ്മൾ തുറന്നിടരുത്. അതേപോലെ തന്നെ പഴങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ തൊലി കളയുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൃത്തിയായിട്ട് തൊലിക്ക് കളയണം. അതേ വല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകിയിട്ട് എന്ത് ചെയ്യുക, നല്ലവണ്ണം കഴുകിയതിന്റെ ശേഷം പാത്രം എന്ത് ചെയ്യുക, നമ്മൾ കഴിക്കുക. അതേപോലെ തന്നെ നമ്മുടെ നഖം, കയ്യിലുള്ള നഖം പരിശുദ്ധമായി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്, അല്ലെ? ആഴ്ചയിൽ നഖം വെട്ടല് സുന്നത്താണ്, അല്ലെ? അപ്പൊ നഖം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നന്നായിട്ട് നഖമൊക്കെ വളർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കഴുകുക. നഖമൊക്കെ നമ്മൾ മുറിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ ബാത്റൂമിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ
ബാത്റൂമിലേക്കുള്ള നിബന്ധനകൾ അല്ലെ, നമ്മൾ ചെരുപ്പ് ധരിക്കുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാം നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്. ബാത്റൂമിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് അല്ലെ ചൊല്ലണം. അതേപോലെ തന്നെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ ദിക്റുണ്ട്, പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള ദിക്റുണ്ട്. അതേപോലെ തന്നെ തലമറക്കണം, അതേപോലെ തന്നെ ചെരുപ്പ് ധരിക്കണം. ഇതൊക്കെ പരിശുദ്ധമായ ഇസ്ലാം നമ്മെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിക്കാൻ പരിശുദ്ധമായ ദീൻ ഇത് പറയുമ്പോൾ ശാസ്ത്ര ലോകമൊക്കെ ഇന്നാണ് അതിനെ കുറിച്ചിട്ട് പഠിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത് അല്ലെ. ഇന്ന് ശാസ്ത്രം പറയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. റസൂലുള്ളാഹി ഇത് എന്നോ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. അതേപോലെ ഹെവി ആയിട്ടുള്ള ഫുഡുകൾ പരമാവധി നമ്മൾ ഒഴിവാക്കുക. ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ വല്ലാത്തൊരു ചൂട് കുറക്കാനും അതേപോലെ തന്നെ ഒരു മനസ്സിനും ശരീരത്തിനും വയറിനൊക്കെ ഒരു കുളിർമ കിട്ടാനൊക്കെ വലിയ നല്ലതാണല്ലോ. നമ്മുടെ ഇന്ന് ഹെവി ആയിട്ടുള്ള ഫുഡ് തന്നെ ചില ആളുകൾ ഇങ്ങനെ കഴിക്കും. വല്ലാത്ത അസുഖങ്ങൾ, മാരകമായ വിഷമങ്ങൾ, രോഗങ്ങളൊക്കെ അതുകൊണ്ട് നമുക്ക് കടന്നു വരും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല ജീവിതത്തിൽ സമാധാനം, സന്തോഷം അല്ലാഹു തആല നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട പൊന്നുമോൾ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. വല്ലാത്ത വിഷമം തോന്നി നമുക്കത് കണ്ടപ്പോൾ. കാരണം എന്താ, കുറേയൊക്കെ മഞ്ഞപ്പിത്തം മറ്റു അസുഖങ്ങൾക്ക് കുറെ അസുഖങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. മനസ്സിലാക്കണം, കുറെയൊക്കെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പല അസുഖങ്ങളും നമ്മളിലേക്ക് കടന്നു പോയി. അല്ലാഹു തആല ബോധം നൽകട്ടെ. അല്ലാഹു തആല നമ്മളൊക്കെ എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു തആല നമുക്ക് മോചനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.